ഷലോം TV-യുടെ സകല പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവന്യ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. പ്രിയപ്പെട്ടവരെ, അല്പസമയത്തെ ധ്യാനത്തിനായി നാം വിശുദ്ധ വേദപുസ്തകത്തിൽ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനമാണ്. തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. വചനഭാഗം നമുക്ക് പരിചയമുള്ളതാണ്. ഉദ്ധാനം ചെയ്ത കർത്താവ് സ്വർഗാരോഹണ സമയത്ത് നാം എല്ലാവരോടുമായി പറഞ്ഞിട്ടുള്ള ദൂതാണ്. ഇത് അപ്പോസ്തലന്മാരോട് മാത്രമായി പറഞ്ഞതല്ല, ശിഷ്യന്മാരോട് പറഞ്ഞതല്ല, നാം എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ യേശു നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് അവനിൽ വിശ്വസിക്കുക മാത്രമല്ല, നാം അവൻ്റെ സാക്ഷികളായി തീരണം എന്നുള്ളതാണ്. ആർക്കാണ് യേശുവിൻ്റെ സാക്ഷിയായിത്തീരാൻ സാധിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലാതെ ഒരുവനും യേശുവിൻ്റെ സാക്ഷിയാകാൻ സാധ്യമല്ല തന്നെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ അവസാന കാലങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിതാവിനോട്: പിതാവേ, അങ്ങ് എനിക്ക് തന്ന വചനം അത്രയും ഞാൻ ഇവർക്ക് നൽകിയിരിക്കുന്നു. വീണ്ടും നാം കാണുന്നു യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. എന്ന് വെച്ചാൽ യേശുവിനെ പിതാവ് ഏതെല്ലാം ദൗത്യങ്ങളായിട്ടാണോ ഈ ലോകത്തിലേക്ക് അയച്ചത്, അതേ ദൗത്യങ്ങളായി യേശു നമ്മെ അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും യേശു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, അങ്ങ് എനിക്ക് തന്നിട്ടുള്ള മഹത്വം അത്രയും ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. ഏത് ശക്തി കൊണ്ടാണോ യേശു തമ്പുരാൻ തൻ്റെ ശുശ്രൂഷകൾ അത്രയും നിറവേറ്റിയത്, ആ ശക്തി നമുക്കും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലല്ലാതെ ഒരുവനും യേശുവിൻ്റെ സാക്ഷിയായിരിക്കാൻ സാധ്യമല്ല. വീണ്ടും പറയട്ടെ, ചിലരിങ്ങനെ പറയാറുണ്ട്: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതല്ല ആവശ്യം, യേശു നമ്മിലൂടെ ജീവിക്കേണ്ടതാണ് ആവശ്യം. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അങ്ങനെയുള്ള വ്യക്തികളെയാണ്. യേശു നമ്മിലൂടെ ജീവിക്കണം, അപ്പോഴാണ് നമുക്ക് യേശുവിൻ്റെ സാക്ഷികളാവാൻ സാധിക്കുക. ആർക്കാണ് യേശുവിൻ്റെ സാക്ഷികളാകാൻ സാധിക്കുക? നാം ധ്യാനിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ്. ഒന്നാമതായി ഞാൻ പറയട്ടെ, യേശുവിൻ്റെ സാക്ഷിയാകുന്ന ഒരു വ്യക്തി അവൻ ആത്മാവിൽ ജീവിക്കുന്നവനായിരിക്കും. ആത്മാവിൽ ജീവിക്കുന്നു. മനുഷ്യൻ രണ്ട് തലങ്ങളിൽ ജീവിക്കുന്നു. ആത്മാവിൽ ജീവിക്കുന്നവരുണ്ട്, ജഡത്തിൽ ജീവിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. ജഡത്തെ അനുസരിച്ച് മാത്രം ജീവിക്കുന്നവർക്കെതിരെ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ 8-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ശക്തമായ ഒരു താക്കീത് വാക്യം നൽകുന്നുണ്ട്. വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് മാത്രം ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. മനുഷ്യർക്ക് 3 തരം മരണമാണ് വേദപുസ്തകം പറയുന്നത്. 1 ജഡീക മരണം, 2 ആത്മീക മരണം, 3 നിത്യമരണം. ജഡത്തെ അനുസരിച്ച് മാത്രം ജീവിക്കുന്നുവെങ്കിൽ നാം ആ നിത്യമരണത്തിന് അർഹരായിത്തീരുമെന്നത്രേ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ നമ്മിലൊരു കാര്യം നടക്കണം. എന്താണത്? ആത്മാവിൽ ജനിക്കണം. ജനിക്കാതെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു ആത്മാവിൽ ജനിക്കുക? യഥാർത്ഥമായ മാനസാന്തരത്തിൽ, ഒരു ദൈവിക അനുഭവത്തോടെ, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തോടെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഒരവസ്ഥ, അവിടെ അവൻ വീണ്ടും ജനിക്കുകയാണ്. എന്താണ് മാനസാന്തരം? ഒരുവൻ തൻ്റെ പാപവഴികളെ ഓർത്ത് യഥാർത്ഥമായ ദൈവിക അനുതാപത്തോടെ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നതാണ് മാനസാന്തരം. അങ്ങനെ ഒരു മടങ്ങി വരവാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വിശ്വാസത്താൽ നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങണം. ഇതാണ് വീണ്ടും ജനനം. അപ്പോൾ നമ്മൾ ആത്മാവിൽ ജനിക്കണം, ആത്മാവിൽ ജീവിക്കണം. പോരാ, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. എന്താണ് ആത്മാവിൻ്റെ ഫലം? നമുക്കറിയാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നമ്മൾ
3 കാര്യങ്ങൾ നമ്മിൽ സാധ്യമാകണം. നാം ആത്മാവിൽ ജനിക്കുന്നവരായിരിക്കണം, ആത്മാവിൽ ജീവിക്കുന്നവരായിരിക്കണം, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായിരിക്കണം. വീണ്ടും ഞാൻ പറയട്ടെ, നമ്മൾ യേശുവിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ രണ്ടാമതുണ്ടാകേണ്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. പ്രാർത്ഥനയും 2 തലങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജഡത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യൂദായുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ യൂദാ 20 ഇതാ പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കണമെന്ന് പറയും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൽ ഒരുത്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവൻ യേശുവിൻ്റെ പ്രാർത്ഥനയോട് സമാനമായി വരുന്നു അവൻ്റെ പ്രാർത്ഥന. എന്താണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലോകമാദ്യം പഠിച്ചത് യേശുവിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. ഒരു വ്യക്തി ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്തേഫാനോസിൻ്റെ തലയ്ക്ക് മുകളിൽ തുറക്കപ്പെട്ട സ്വർഗം നമ്മുടെ തലയ്ക്ക് മുകളിലും തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പ്രാർത്ഥനയുടെ 3 ഘട്ടങ്ങളെക്കുറിച്ച് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഗിരിപ്രഭാഷണം പഠിച്ചാൽ അറിയാം, വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും. ഇത് പ്രാർത്ഥനയുടെ 3 ഘട്ടങ്ങളാണ്. നാം ഇന്നും ഈ യാചനയുടെ തലത്തിൽ തന്നെ കിടന്ന് വട്ടം ചവിട്ടുകയാണ്. മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. യാചകൻ്റെ മനോഭാവമാണ് നമ്മുടെ മനോഭാവം. എന്താണ് യാചകൻ്റെ മനോഭാവം? യാചകൻ എന്തെങ്കിലും കിട്ടണം, അതുമാത്രമാണ് അവൻ്റെ മനോഭാവം. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഭിക്ഷക്കാർ ഭിക്ഷ യാചിക്കാൻ വരുമ്പോൾ നാം ഭിക്ഷ കൊടുക്കാൻ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം, ഈ ഭിക്ഷക്കാരൻ നോക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തിരിക്കുന്നു എന്നതാണ്. നമ്മുടെ കയ്യിലേക്കാണ് അവൻ നോക്കുന്നത്, നമ്മുടെ മുഖത്തേക്കല്ല. അതിൻ്റെ അർത്ഥം അവൻ ദാതാവിൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല, ദാനത്തിലേക്കാണ് അവൻ്റെ നോട്ടം മുഴുവൻ. പ്രിയപ്പെട്ടവർ, നാം ദാതാവിനെ അന്വേഷിക്കുന്ന മക്കളായിരിക്കണം. നാം വെറും യാചകതലത്തിൽ മാത്രം കിടന്നാൽ പോരാ, ദാതാവിനെ അന്വേഷിക്കുന്ന മക്കളായി മാറണം. ദൈവം ഏറെ ദുഃഖിക്കുന്നൊരു കാര്യമാണ്. എന്താ ദൈവം ദുഃഖിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു, ഒരുവരെയും കാണുന്നില്ല. സങ്കീർത്തനം 14:2 നാം വായിക്കുന്നത് അങ്ങനെയാണ്. ആകയാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അനവധി പ്രതിഫലങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 9:10, 34:10, 69:32, 70:4, 119:2, എസ്ര 8:22, ഹോശയ 10:12. ഈ വേദഭാഗങ്ങളെല്ലാം വായിച്ചാൽ നമുക്കറിയാം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള പ്രതിഫലങ്ങളെല്ലാം വ്യക്തമായി അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ആകയാൽ നാം ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളാകണം. അപ്പോൾ യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ആ യാചനാ തലത്തിൽ നിന്ന് യേശുവിനെ അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന തലത്തിലേക്ക് നീങ്ങണം. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവർ, നാം അങ്ങോട്ട് മുട്ടേണ്ടതിന് പകരം യേശു നമ്മുടെ ഹൃദയ കവാടത്തിൽ ഇങ്ങോട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം തുറക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓർക്കുക, ഈ മുട്ടൽ അധികകാലം ഉണ്ടാവുകയില്ല. ഉത്തമഗീതത്തിൽ ഒരു സുന്ദരി പുതപ്പിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട്, പ്രിയേ കാന്തേ ഇതാ വാതുക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം എന്നൊക്കെ പറഞ്ഞ് അവൾ ആ പുതപ്പിൻ്റെ അടിയിൽ കിടക്കുകയാണ്, തുറക്കുന്നില്ല. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം തിരുവചനം വായിക്കുമ്പോൾ അവളിത് അറിയുന്നുണ്ട്, പക്ഷെ അവൾ വാതിൽ തുറക്കുന്നില്ല. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാനോ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നിരുന്നു, എൻ്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടം നമ്മൾ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ യാചകരല്ല, ഇനിയും യേശുവിനെ അന്വേഷിക്കുന്ന മക്കളാകണം. പോരാ, യേശുവിന് നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടം നാം തുറന്നു കൊടുക്കുന്ന മക്കളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. വീണ്ടും ഞാൻ പറയട്ടെ, യേശുവിനെ അന്വേഷിക്കുന്നവൻ്റെ അടുത്ത യോഗ്യത എന്ന് പറയുന്നത് അവൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നവനായി മാറും. എന്താണ് ആത്മീയ ശുശ്രൂഷ? ആത്മീയ ശുശ്രൂഷ എന്നാൽ ഈ ലോകരാജ്യത്തിൻ്റെ മക്കളെ നാം ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ പോരാ, അവരെ അതിൽ നിലനിർത്തണം, വളർത്തണം, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റണം. ഇതാണ് ആത്മീയ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, ആത്മീയ ശുശ്രൂഷ നാം ഏറ്റെടുക്കുമ്പോൾ നാം അറിയണം,
ഒരു സത്യസുവിശേഷ പ്രസംഗത്തിൽ ഇതാ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന രക്ഷ, നിത്യജീവൻ, ഇതിനെക്കുറിച്ചുള്ള ശക്തമായ പ്രബോധനം നാം കൊടുക്കണം. മാനസാന്തരത്തിനുള്ള ശക്തമായ ആഹ്വാനം ഉണ്ടായിരിക്കണം. അതിൽ രക്ഷയെക്കുറിച്ചുള്ള പ്രബോധനം ഉണ്ടായിരിക്കണം. എന്താണ് രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. എന്താണ് നിത്യജീവൻ? രക്ഷിക്കപ്പെട്ടവൻ്റെ അവകാശമാണ് നിത്യജീവൻ. ഈ കാര്യങ്ങൾ നാം പ്രബോധിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ശുശ്രൂഷ ഏറ്റെടുക്കണം. അത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. വീണ്ടും ഞാൻ മുമ്പോട്ട് പോകട്ടെ. യേശുവിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നവൻ്റെ അടുത്ത യോഗ്യത എന്ന് പറയുന്നത് അവൻ ആത്മാവിൽ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം. ഒരുവൻ്റെ സംസാരം കേട്ടാൽ അറിയണം, ഇതാ ഇവൻ യേശുവിൻ്റെ ഒരു സാക്ഷിയാണ്. പ്രിയപ്പെട്ടവർ, നാം നമ്മുടെ നാവ് കൊണ്ട് എന്തെല്ലാം സംസാരിക്കുന്നു. ദൈവം തന്ന നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും നല്ലത് പറയുവാനും മാത്രം ദൈവം അനുവദിച്ചിട്ടുള്ള ഈ നാവ് കൊണ്ട് നാം എന്തെല്ലാം വേണ്ടാതിനങ്ങൾ പറയുന്നു. പൗലോസ് ഓർപ്പിക്കുന്നു, കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ, നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നറിയുക. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊളോസ്യ ലേഖനം 4:6. പ്രിയപ്പെട്ടവരെ, ഒരുവൻ്റെ സംസാരം തന്നെ അവനെ വെളിവാക്കുന്നതാണ്. അപ്പം നമ്മുടെ സംസാരം കൊണ്ട് അറിയണം നാം യേശുവിൻ്റെ ഒരു സാക്ഷിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പോകട്ടെ. ഒരുവൻ യേശുവിൻ്റെ സാക്ഷിയാവാൻ ആഗ്രഹിച്ചാൽ അവൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് അവൻ ആത്മീക ആഹാരം കഴിച്ച് വളരുന്നവനായിരിക്കും. എന്താണ് ആത്മാവിൻ്റെ ആഹാരം? നമുക്കറിയാം, ആത്മാവിൻ്റെ ആഹാരം ദൈവവചനമാണ്. ജീവൻ നിലനിർത്താൻ 2 കാര്യങ്ങൾ അനിവാര്യമാണ്. ആഹാരം വേണം, ശ്വാസോച്ഛ്വാസം വേണം. ആത്മാവിൻ്റെ ആഹാരം എന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആത്മാവിൻ്റെ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത ഭവനം മേൽക്കൂരയില്ലാത്ത ഭവനം എന്ന വേദപണ്ഡിതന്മാർ പറയുക. പ്രിയപ്പെട്ടവർ, അപ്പം നമ്മൾ പ്രാർത്ഥനയുള്ള മക്കളായിരിക്കണം. പ്രാർത്ഥന ആത്മാവിൻ്റെ ഒരു ശ്വാസോച്ഛ്വാസമാണ്, ദൈവവചനം. അപ്പോൾ ഈ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നമ്മൾ വളരണം. പത്രോസ് അപ്പോസ്തലൻ എന്ന ലേഖനത്തിൽ 1 പത്രോസ് 2:1 ഓർപ്പിക്കുന്നു, ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം. അവനാണ് യേശുവിൻ്റെ സാക്ഷിയാകാൻ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും മുമ്പോട്ട് പോകട്ടെ. യേശുവിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ആത്മീയ യാഗങ്ങൾ കഴിക്കുന്നവനായിരിക്കണം. എന്താണ് ആത്മീയ യാഗം എന്ന് ചോദിച്ചാൽ, യാഗം കഴിക്കണമെങ്കിൽ ഒരു യാഗപീഠം ആവശ്യമാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ലേഖനകർത്താവ് നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവൻ അഹോവൃത്തിക്ക് അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ഏതാണ് ആ യാഗപീഠം? ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ഒരു യാഗപീഠമാണ്. ഈ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ നിരന്തര യാഗം നടക്കണം. അധരഫലം എന്ന സ്തോത്രയാഗം നാം അർപ്പിക്കേണ്ടവരാണ്. നാം ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്, സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. എന്തിന് നാം ദൈവത്തെ സ്തുതിക്കണം? നാം സ്തുതിച്ചില്ലെങ്കിൽ ദൈവത്തിനൊരു കുഴപ്പമില്ല. നാം സ്തുതിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കൂടുന്നില്ല, നാം സ്തുതിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കുറയുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് നാം സ്തുതിക്കുന്നത്? ഒരു വ്യക്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ്റെ മേലുള്ള സാത്താൻ്റെ അധികാരവും ആധിപത്യവും നീങ്ങിപ്പോവുകയാണ്. ഒരു ഭവനം, ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും എല്ലാം ചേർന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ഭവനത്തിന്മേൽ സാത്താൻ അധികാരവും ആധിപത്യവും നഷ്ടപ്പെടുകയാണ്. പറയുക, സ്തുതിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം ദൈവത്തിനല്ല, സ്തുതിക്കുന്ന വ്യക്തിക്കാണ്. നാം ദൈവത്തെ സ്തുതിക്കുക, അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്ന മക്കളായി മാറണം. സ്തോത്രം. ഞാൻ വീണ്ടും മുമ്പോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നവൻ്റെ അടുത്ത യോഗ്യത എന്ന് പറയുന്നത് അവൻ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. എന്താണ് ആത്മാവിൻ്റെ അഭിഷേകം? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. എന്താണ് അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവഹിതം ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ ദൈവം തൻ്റെ ദാസന്മാരുടെ മേൽ ചൊരിയുന്ന ദൈവത്തിൻ്റെ ശക്തി. എത്ര അഭിഷേകം! ഈ അഭിഷേകത്തിൻ്റെ ശക്തി നാം അനുഭവിച്ചറിയേണ്ടവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്തിന് വേണ്ടി നാം ദാഹിക്കണം. ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലക്ക് നീരൊഴുക്കും അയക്കുമെന്ന് അരുളി ചെയ്ത ദൈവം നാം ദാഹിക്കുന്നുവെങ്കിൽ ഇത് നമ്മിലേക്ക് അയക്കും. പ്രിയപ്പെട്ടവർ, എലീശായുടെ മേൽ വീണ ഏലിയാവിൻ്റെ പുതപ്പ്. എന്താണ് ആ പുതപ്പ്? അതൊരു സ്പിരിച്വൽ കവറിംഗ് ആണ്. നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പുതപ്പ് നമ്മുടെ മേലും
ഇന്ന് ദൈവം വീഴ്ത്താൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകത്തിൻ്റെ ശക്തി നാം ആർജിക്കണം. യേശു തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണ്? യേശു ചെയ്ത ശുശ്രൂഷകൾ നാം ഏറ്റെടുത്ത് ചെയ്യേണ്ടവരാണ്. അപ്പോൾ നാം അറിയണം യേശു ചെയ്ത ശുശ്രൂഷകൾ എന്തൊക്കെയാണ്. യേശു ചെയ്ത ശുശ്രൂഷകൾ പൗരോഹിത്യ ശുശ്രൂഷ, പ്രവാചക ശുശ്രൂഷ, രാജകീയ ശുശ്രൂഷ. ഈ ശുശ്രൂഷകളെല്ലാം നാം ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ, അവൻ്റെ സാക്ഷികളാവുമ്പോൾ യേശുവിൻ്റെ ഈ ശുശ്രൂഷകൾ നാം ഏറ്റെടുത്ത് ചെയ്യേണ്ടവരാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനുള്ള അഭിഷേകവും നാം പ്രാപിക്കണം. അതുകൊണ്ട് തന്നെ അഭിഷേകവും 3 തരത്തിലുള്ള അഭിഷേകമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഒന്നാമത്തേത് രാജകീയ അഭിഷേകം, ദ കിങ്ലി അനോയിൻറ്റിങ്. ഏറ്റവും ശക്തമായ അഭിഷേകമാണത്. ഏലിയ പ്രവാചകൻ, എലീശ പ്രവാചകൻ, അതുപോലുള്ള മഹാപ്രവാചകന്മാർ ആർജിച്ച അഭിഷേകത്തിൻ്റെ ശക്തി അതാണ്. മോശയുടെ വടി, ഈ എല്ലാ അത്ഭുതങ്ങളും നടത്തിയപ്പോൾ മോശ വടി കയ്യിലെടുത്തിരുന്നു. എന്താണ് മോശയുടെ വടി? അഭിഷേകത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണ് മോശയുടെ വടി. പ്രിയപ്പെട്ടവരെ, നാം അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നെടുവീർപ്പിടുകയല്ല, നമ്മുടെ പ്രശ്നങ്ങളോട് നാം കൽപ്പിക്കുന്നവരായി മാറും. അങ്ങനെ കൽപ്പിച്ച ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. സെഖരിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ശെരുബാബേൽ ഇതാ കൽപ്പിക്കുകയാണ്. ശെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു ദൈവ പൈതൽ, ഈ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതൽ തൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രശ്നമാകുന്ന കൊടുമുടിയുടെ മുമ്പിൽ അവൻ നെടുവീർപ്പിടുകയല്ല ചെയ്യുന്നത്, തൻ്റെ പ്രശ്നത്തോട് കൽപ്പിക്കുന്നവരായി മാറും. അതാണ് രാജകീയ അഭിഷേകം, കിങ്ലി അനോയിൻറ്റിങ്. വീണ്ടും അഭിഷേകത്തിൻ്റെ അടുത്ത വക എന്ന് പറയുന്നത് പ്രവാചക അഭിഷേകം. എന്താണ് പ്രവാചകം? പകരം പറയുക. പ്രവചനം എന്നാൽ മുൻകൂട്ടി പറയുക എന്നൊരർത്ഥം ഭാഷയിലുണ്ട്, ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രവചനം എന്നതിൻ്റെ മൂലാർത്ഥം പകരം പറയുക എന്നുള്ളതാണ്. ഈ പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞത് ദൈവത്തിന് പകരമാണ്. ദൈവത്തിന് പകരം ദൈവം തന്നെ വചനം കൊടുക്കുവാൻ പ്രവാചകന് അഭിഷേകം നൽകണം. അതാണ് പ്രവാചകൻ്റെ അഭിഷേകം, ദ പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്. ആ അഭിഷേകം നാം പ്രാപിക്കണം. അടുത്തതായി പൗരോഹിത്യ അഭിഷേകം, ദ പ്രീസ്ലി അനോയിൻറ്റിങ്. പുരോഹിതന്മാർക്കുള്ള അഭിഷേകമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ചിലപ്പോൾ, ഞാൻ പുരോഹിതനല്ല, ഞാൻ പ്രവാചകനല്ല, പിന്നെന്താ ഞാൻ ഈ അഭിഷേകമൊന്നും പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകരായി, ചിലർ ഉപദേഷ്ടാക്കളായി, ചിലരെ ഇടയന്മാരായി. നാം അറിയണം നമ്മളും ഈ ചിലരിൽ ചിലരാണ്. സ്തോത്രം. ആകയാൽ ഈ അഭിഷേകം നാമും പ്രാപിക്കേണ്ട അഭിഷേകം തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ 3 വിധത്തിലുള്ള അഭിഷേകം, ദ കിങ്ലി അനോയിൻറ്റിങ്, രാജകീയ അഭിഷേകം, ദ പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്, പ്രവാചക അഭിഷേകം, പ്രീസ്ലി അനോയിൻറ്റിങ്, ദ പൗരോഹിത്യ അഭിഷേകം. ഈ അഭിഷേകത്തിൻ്റെ ശക്തി നാം ആർജിക്കണം. എങ്കിൽ മാത്രമേ യേശുവിൻ്റെ സാക്ഷിയായിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലിൽ അടുത്തതായിട്ടുണ്ടാകേണ്ട യോഗ്യത, അവൻ സത്യ സുവിശേഷ വേല സ്വയം ഏറ്റെടുക്കുന്ന വ്യക്തിയായിരിക്കണം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു അന്ത്യകൽപ്പനയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശു നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ. പത്രോസ് ലീഹ തൻ്റെ ലേഖനത്തിൽ നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. പ്രിയപ്പെട്ടവരെ, ആകയാൽ സത്യസുവിശേഷ വേല ചെയ്യുക എന്നത് നാം ഏവരുടെയും ദൗത്യമാണ്, കടമയാണ്. ഇത് യേശുവിൻ്റെ ഒരു അന്ത്യകൽപ്പനയായിട്ട് നാം അതിനെ ശിരസാ വഹിക്കേണ്ടതാണ്. നമ്മൾ സത്യസുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം അറിയണം, എവിടെ ആര് നമ്മെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചാലും ഇത് യേശുവിൻ്റെ കൽപ്പനയാണ് എന്ന് വിചാരിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കതിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് ഭാരമായി തോന്നുന്നില്ല. കാരണം യേശുവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ നാം ഒരു സത്യസുവിശേഷ വേല ഏറ്റെടുക്കുമ്പോൾ ദൈവമക്കളെ അറിയുക, നമ്മുടെ സകല പ്രശ്നങ്ങളും അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മളൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് നഷ്ടമായതെല്ലാം ദൈവം വീണ്ടെടുത്ത് തരികയാണ്. നമ്മെ കഴിഞ്ഞകാല നഷ്ടങ്ങളിൽ ബന്ധിച്ചിടുകയാണ് സാത്താൻ ചെയ്യുന്ന വേല. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടായ നഷ്ടങ്ങൾ, നമുക്ക് വന്നിട്ടുള്ള കഷ്ടതകൾ അതിൽ നമ്മെ ബന്ധിച്ചിടുകയാണ്. ദൈവമക്കളെ അറിയുക,
നമുക്കൊന്നും നഷ്ടമായിട്ടില്ല. നാം നഷ്ടമായി എന്ന് വിചാരിക്കുന്നതെല്ലാം നമ്മുടെ പിതാവിൻ്റെ കരങ്ങളിലുണ്ട്. ഒരു തികഞ്ഞ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നാം പിതാവിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമുക്ക് നഷ്ടമായി എന്ന് തോന്നുന്നതെല്ലാം പിതാവ് നമുക്ക് മടക്കി തരുന്നു. നമ്മൾ ഒരു സത്യസുവിശേഷ വേല ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ അന്ത്യകൽപ്പന നാം ശിരസാവഹിക്കുകയാണ്. ഈ സുവിശേഷ വേല ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ നിന്ന് ആരും ഒഴിവില്ല. ചിലർ പറയും, എൻ്റെ ജോലി ഒന്ന് കഴിഞ്ഞോട്ടെ, എൻ്റെ മക്കളുടെ വിവാഹങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ചില കടമകളും കർത്തവ്യങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, കടലിലെ തിര ഒഴിഞ്ഞിട്ട് ഒരു മുക്കുവനും കടലിൽ വഞ്ചി ഇറക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇത് അവധിക്ക് വെക്കേണ്ട ഒരു വിഷയമല്ല. ഒരു സത്യസുവിശേഷ വേല നാം ഏറ്റെടുക്കുന്നു, സ്വയം ഏറ്റെടുക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം അവിടെ അവസാനിക്കുന്നതായിട്ട് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാക്ഷിയാകുന്നവൻ അവൻ്റെ കഷ്ടതകളിൽ, ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ, ആ കഷ്ടതകളിൽ നെടുവീർപ്പിടുന്ന വ്യക്തിയല്ലവൻ. അവൻ്റെ പ്രശ്നങ്ങളോട് അവന് കൽപ്പിക്കുവാനായിട്ട് സാധിക്കും അഭിഷേകത്തിൻ്റെ ശക്തിയാൽ. ഞാൻ പറയട്ടെ, അപ്പോൾ നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ നമ്മൾ തീരുമാനിക്കുക, ഞാൻ ആത്മാവിൽ ജീവിക്കുന്നു, ആത്മീക ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാകുന്നു, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ സംസാരിക്കുന്നു. വീണ്ടും പറയട്ടെ, ആത്മീക യാഗം കഴിക്കുന്നു, ആത്മീക ആഹാരം കഴിച്ച് വളരുന്നു. ഞാൻ അഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിനായി ദാഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സത്യസുവിശേഷ വേല ഞാൻ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സ്വയം ശക്തിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സഹായകൻ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, പ്രാപ്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ശിരസ്സുകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഇതാ ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, സത്യസുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളേറെ കുറവുകളുള്ളവരാണ്. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ഞങ്ങൾ ദാഹിക്കുന്നു. കർത്താവേ, ഞാൻ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും മരണതലത്ത് നീരൊഴുക്കും അയക്കാമെന്നരളി ചെയ്ത നാഥ, അടിയങ്ങളിതാ ദാഹിക്കുന്ന വ്യക്തികളാണ്. വരണ്ട നിലങ്ങളായി മാറിയിരിക്കുന്നു. പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി അടിയങ്ങളേറെ ദാഹിക്കുന്നു. കർത്താവേ, ആ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങൾക്കൊരു മാനസാന്തരം നൽകണമേ. കർത്താവേ, ആ മനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർജിച്ചവരായി അവിടുത്തെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.